നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, 2025 എൻ്റെ ആദ്യ പുസ്തകപ്പൊതി എത്തിയിരിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഈ പുസ്തകപ്പൊതി തുറന്ന് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതെ, ഇതൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ. 2025 ആദ്യമായി ഓർഡർ ചെയ്യുന്ന പുസ്തകങ്ങൾ ഇതാണെങ്കിലും വായിച്ചു തുടങ്ങിയത് വേറെയാണ് കേട്ടോ. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിരുന്ന, ഞാൻ കാത്തിരുന്ന ഒരു ബുക്ക് കൂടിയുണ്ട് ഇതിൽ. അപ്പോൾ വീഡിയോയിലേക്ക് കടന്നാലോ? ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ. അതുപോലെ ബെൽ ബട്ടണിൽ ഓൾ സെലക്ട് ചെയ്യാനും മറക്കരുത്. ഞാൻ ഈ പുസ്തകങ്ങൾ ഓർഡർ ആക്കിയത് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. അവർ എനിക്ക് മനോഹരമായ ഒരു കുറിപ്പും വെച്ചിട്ടുണ്ട്. ഈ പുതുവർഷം വായനയുടേത് കൂടിയാവട്ടെ. ഹാപ്പി ന്യൂ ഇയർ. സ്നേഹപൂർവ്വം SRP ബുക്സ് സെല്ലർ. ഫസ്റ്റ് ബുക്കാണ് ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദിയായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ ഭഗത് സിംഗിൻ്റെ ഒരു തുറന്നെഴുത്താണ് ഈ പുസ്തകം. ആത്മീയവാദികൾക്കെതിരെ ആശയപരമായി കൊടുങ്കാറ്റഴിച്ചുവിട്ട നിരീശ്വരവാദിയായിരുന്നു ഭഗത് സിംഗ് എന്നറിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ നാമം ദുരുപയോഗപ്പെടുത്തുന്ന കാവിപ്പടയുടെ നീക്കം തികച്ചും വഞ്ചനാത്മകമാണ്. ഈശ്വര വിശ്വാസത്തിൻ്റെയും ആത്മീയവാദത്തിൻ്റെയും ചിറകരിഞ്ഞു തകർത്ത ഭഗത് സിംഗിൻ്റെ ഈ കൃതി ഇന്ത്യയിലെ മുഴുവൻ ഭൗതികവാദികൾക്കും വഴിത്തിരിവായിട്ടുണ്ട്. മൈത്രി ബുക്സ് പുറത്തിറക്കിയ ഈ പുസ്തകത്തിന് 45 രൂപ വിലയും 34 പേജസുമാണ് ഉള്ളത്. അടുത്ത ബുക്കാണ് നീന ആറ്റിങ്കലിൻ്റെ ഗസൽ. കെസേറോ ബുക്സ് പുറത്തിറക്കിയ ഈ പുസ്തകത്തിന് 165 രൂപ വിലയും 102 പേജസുമാണ് ഉള്ളത്. യാഥാർത്ഥ്യത്തിൻ്റെ നേരറിവുകൾ നൽകുന്ന, നടുക്കങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന പെൺ മനസ്സുകളുടെ പ്രതിഫലനമാണ് ഗസൽ എന്ന കഥയിൽ കാണുവാൻ കഴിയുക. മനോഹരമായ കവർ പേജുള്ള ഈ ഗസൽ വെറുമൊരു പ്രണയകഥ മാത്രമല്ല, ഒരു തുറന്നെഴുത്ത് കൂടിയാണിത്. അടുത്ത ബുക്കാണ് ജ്വാലാമുഖിയുടെ പ്രണയവീഞ്ഞും നീയും. ഞാൻ വായിക്കാനായി കാത്തിരുന്നൊരു ബുക്ക്. നല്ലൊരു റൊമാൻറ്റിക് ഫീൽ ഗുഡ് നോവൽ. ചിത്രരശ്മി ബുക്സ് പുറത്തിറക്കിയ ഈ പുസ്തകത്തിന് 120 രൂപ വിലയും 71 പേജസുമാണ് ഉള്ളത്. പ്രണയോന്മാദത്തിൻ്റെ ലഹരിയിൽ നിറഞ്ഞ 2 കഥകൾ. ഒരിടത്ത് പ്രണയം വിട്ടുകൊടുക്കലാകുമ്പോൾ മറ്റൊരിടത്ത് നേടിയെടുക്കലിൻ്റെ ജീവൻ മരണ പോരാട്ടമാകുന്നു. ഓർമ്മകൾ വേട്ടയാടുമ്പോൾ കണ്ണുകളിൽ കടലിരമ്പം തുടങ്ങും. ആരോരുമില്ലാതെ നിന്ന് ഒറ്റക്കാക്കേണ്ടി വന്ന എനിക്ക് മരണം ചെറിയൊരു ശിക്ഷയാണെന്ന് തോന്നുന്നു. നീയില്ലായ്മ എന്ന നോവലിൽ മരണം മോക്ഷമാണ്. അതിനു പോലും എനിക്ക് അർഹതയില്ല. ലാസ്റ്റ് പുസ്തകമാണ് ഓർമ്മയിലെ കടുങ്കാപ്പി. നിമ്മി PR എഴുതിയ നല്ലൊരു ഓർമ്മകൾ സമ്മാനിക്കുന്ന ബുക്ക്. കോരിച്ചൊരിയുന്നൊരു പുതുമഴയിൽ ഒരു കടുങ്കാപ്പി കുടിച്ചു തീർത്ത നിർവൃതി സമ്മാനിക്കുന്നൊരു പുസ്തകം. നമുക്കൊരു കാപ്പി കുടിച്ചാലോ എന്ന ചോദ്യത്തിൽ പുഞ്ചിരിയാകുന്നത് മധുരമില്ലാത്ത കടുങ്കാപ്പിയിൽ നിറങ്ങൾ ചാലിക്കാൻ ചില മനുഷ്യർക്ക് മായികതയുണ്ട്. ഒപ്പം ഓർമ്മയിൽ മധുരമാവാനും. കൂട്ടുകാരെ, ഇനി നിങ്ങളാണ് പറയേണ്ടത്, ഏത് കഥയുമായാണ് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് മുന്നിൽ എത്തേണ്ടത് എന്ന് വേഗം കമൻ്റ് ഇട്ടേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.